പവാർ, ഒരു വൃദ്ധൻ, 84 വയസ്സുള്ള മനുഷ്യൻ, മരുമകൻ ചതിച്ചുവെങ്കിൽ പോലും 8 സീറ്റുകളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. മാത്രമല്ല പവാറിന്റെ ഒരു ഉന്മേഷം കാണണം. വിളിക്കുകയാണ്, നിതീഷ് കുമാറിനെ വിളിക്കുകയാണ്, വാമോനെ നിതീഷേ എന്ന് പറഞ്ഞുകൊണ്ട്. പവാറിന്റെ പവർ. അതെ, NDA അവിടെ BJP 11 സീറ്റുകളിൽ, ശിവസേന 5 സീറ്റുകളിൽ, NCP അജിത് പവാർ 1 സീറ്റിൽ ജയിക്കുന്നുണ്ട്. രാഗയുടെ വിജയം, മനോഹരമായ വിജയത്തിലേക്ക് രാഹുൽ നടക്കുകയാണ്. 3,24,320 വയനാട്ടിലെ ലീഡ്. ഒരു കണക്ക് കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. ഉത്തർപ്രദേശിൽ വീണ്ടും BJPക്ക് കാര്യങ്ങൾ അത്ര പന്തിയല്ല. 5000-ൽ താഴെ 11 സീറ്റുകളിലാണ് BJP ലീഡ് ചെയ്യുന്നത്. 1000-ൽ താഴെ 3 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. 10,000-ൽ താഴെ 17 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. ഉത്തർപ്രദേശിൽ പൂർണ്ണമായും മോദി വിരുദ്ധ ജയ്പൂരിൽ, അതായത് ആദ്യ വിജയം പ്രഖ്യാപിച്ചിരിക്കുന്നു. ജയ്പൂരിൽ BJP സ്ഥാനാർത്ഥി വിജയിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. പത്തനംതിട്ടയിൽ ആന്റണിയുടെ ലീഡ് 40,000 കടന്നിരിക്കുന്നു, 40,100. പക്ഷേ പത്തനംതിട്ടയിൽ ഇനിയും പകുതിയോളം വോട്ടുകൾ എണ്ണാൻ ബാക്കിയുണ്ട് എന്നുള്ള കാര്യം പ്രിയ പ്രേക്ഷകർ അറിയേണ്ടതുണ്ട്. ജയ്പൂരിൽ BJPയുടെ മഞ്ജു ശർമ്മയാണ് ആദ്യമായി വിജയിച്ചതായി, അതായത് നേരത്തെ മത്സരമില്ലാതെ ഒരു ലോക്സഭാ സീറ്റിൽ BJP ജയിച്ചിരുന്നു. ഇപ്പോഴിതാ 2 സീറ്റുകൾ BJPയെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിരിക്കുന്നു, അതായത് റിസൾട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. പത്തനംതിട്ടയിലെ ആന്റണി 40,100 വോട്ടുകൾക്ക് ഇപ്പോൾ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്കിനേക്കാൾ മുന്നിലാണ് എന്നുള്ളതാണ്. കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ 1,17,736 വോട്ടുകൾക്ക് മുന്നിലായിരിക്കുന്നു എന്നുള്ളതാണ്. അതെ, ഇപ്പോൾ ബെന്നി ബെഹനാൻ, മുൻ UDF കൺവീനർ കൂടിയായ ചാലക്കുടിയിലെ വിജയിക്കാൻ ഒരുങ്ങുന്ന UDF സ്ഥാനാർത്ഥി പറയുന്നത്, പിണറായി രാഷ്ട്രീയ ധാർമ്മികത കാണിക്കണം, മുൻ മുഖ്യമന്ത്രിമാരുടെ മാതൃകയിൽ രാജിവെക്കണം എന്നാണ്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയെ തുടർന്ന് AK ആന്റണി രാജിവെച്ചിരുന്നു. സമാനമായ വിധത്തിൽ പിണറായി വിജയൻ രാജിവെക്കണമെന്നാണ്. പക്ഷേ 2019 തിരിച്ചടിയിൽ